കൺകൾ നീയേ കാற்றும் നീയേ തോടും നീ തുറുമ്പിൽ നീ വണ്ണം നീയേ വാനും നീയേ ഊടും നീ ഉയരും നീ. Hey, hello, welcome back to my YouTube channel. അപ്പം ഇന്നാണ് ചേച്ചിയുടെ വളകാപ്പ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ ഇറങ്ങുന്ന നാളെ ആയിരിക്കും, കാരണം എഡിറ്റ് ചെയ്ത് വരുമ്പോൾ നേരെ വരും. ഓക്കെ, അപ്പോൾ ശരിക്കും ഇന്നാണ് വളകാപ്പ്. അപ്പോൾ ഞാൻ നേരത്തോടെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. അപ്പം നേരത്തോടെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. ഇനി ഇവിടെ നിന്ന് അമ്മൂൻ്റെ പടിക്ക് പോയിട്ട് അമ്മൂനെ കൊണ്ട് വേണം പോകാൻ. ചേച്ചിക്ക് ഈ മുടിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം, മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തോടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങണം. പിന്നെന്താ, അപ്പോൾ ഇനി റെഡി ആയി വന്നിട്ട് കാണിച്ചു തരാം. ഹലോ, അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ആഴ്ചയുടെ വീട്ടിൽ പോയിട്ട് അമ്മൂനെയും കൂട്ടിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇനി ഇതാണ് എൻ്റെ ഡ്രസ്സ് ഗൈസ്. അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണിക്കും ഗൈസ്. നമ്മൾ പെട്ടു, പാവാടിട്ടിട്ട് വണ്ടി ഓടിക്കുന്നത് ഇത്തിരി എവിടെ വീഴാവോ. അമ്മ വരാറായി തോന്നുന്നുണ്ട്. അമ്മ കാക്ക അമ്മേനെ നേരത്തെ ഞാൻ പള്ളിയിലൊക്കെ ഞാൻ നേരത്തെ പോയിട്ട് അമ്മയില്ല, ഞാൻ ഒറ്റയ്ക്കല്ല പോകണം. അപ്പം അമ്മ രണ്ടാമത്തെ കുർബാനയ്ക്ക് പോയേ, ഞാൻ ആദ്യത്തെ കുർബാനയ്ക്ക് പോയി. അപ്പം അമ്മ വരുന്നതിന് മുന്നേ ഞാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അമ്മ വരാറായി. കാക്കേനെ കൊണ്ട് ഇനി അവിടെ ചെന്നിട്ട് കാണിക്കാം. അമ്മൂൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അമ്മു. ഇന്നലത്തെ ഞാൻ ആൻറ്റീനെ കുറച്ച് കാണിച്ചിട്ടുണ്ട്, കുറച്ച് ഭാഗത്ത്. ഒന്നും പറയാനും കിട്ടില്ല അതില്. രാവിലെ തൊട്ട് ഞാൻ ഇങ്ങനെയൊക്കെയോ വീഡിയോ എടുക്കായിരുന്നു. അപ്പോൾ അവള് ഡ്രസ്സൊക്കെ മാറി ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇച്ചിരി ഒരു ടൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് അവിടെ ചെന്ന് അത് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ അവിടെ എത്തി. അപ്പം ഞങ്ങൾ കുറച്ചൊന്ന് ലേറ്റ് ആയി. ഞങ്ങൾ ആദ്യം എത്തും എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഒരുവിധം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരത്തേക്കൊന്നും ഞങ്ങൾ രണ്ടുപേരും ഇൻട്രോവേർട്ട് ആയി ഗൈസ്. നീ നടക്കാതെ അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് പുറത്ത് ആരും ഇരിക്കണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഉള്ളിൽ കയറാനുള്ളൊരു മടി കാരണം അങ്ങനെ പുറത്ത് നിൽക്കുമ്പോഴാണ് ചേട്ടൻ പെട്ടെന്ന് പുറത്തേക്ക് വന്ന് ഞങ്ങളെ കണ്ട് പേടിച്ചത്. പിന്നെ അമ്മയാണ് ചേച്ചിയുടെ സ്വന്തം അനിയത്തിയാണ്. അപ്പോൾ അനിയത്തിൻ്റെ അടുത്ത് അവിടെ വന്ന കുറച്ച് പേര് ഇങ്ങനെ ഭയങ്കര വിശേഷം ചോദിക്കലൊക്കെ ആയിരുന്നു. ഇതാണ് ചേച്ചി. അപ്പോൾ ചേച്ചി സാരിയൊക്കെ എടുത്ത് നിൽക്കണ്ടായിരുന്നു. ഹെയർ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് സാരി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ചേച്ചി സ്വന്തമായിട്ടാണ് കേട്ടോ സാരി എടുത്തത്. പിന്നെ നമ്മൾ മുല്ലപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നു ഹെയറിൽ വയ്ക്കാനായിട്ട്. പിന്നെ ചേച്ചിയുടെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്തു ഞാൻ അമ്മും കൂടിയിട്ട്. എന്നിട്ടാണ് മുല്ലപ്പൂ വെച്ചത്. അപ്പോൾ ചേച്ചിയുടെ ഭയങ്കര ചുരുള മുടിയൊന്നുമല്ല, പക്ഷെ എന്നാലും കുറച്ച് ഇങ്ങനെ ഫ്രിസി ആയിട്ട് നിൽക്കുന്ന ഹെയർ ആയ കാരണം ജസ്റ്റ് കുറച്ച് പോർഷൻ മാത്രം ഒന്ന് ഹെയറിൽ സ്ട്രെയിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മുല്ലപ്പൂ ഒക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ മുടി കെട്ടി വെക്കാനായിട്ട് ഇഷ്ടമല്ല, ഓപ്പൺ ആയിട്ട് തന്നെ ഉള്ളതെന്ന് പറഞ്ഞു. കാരണം നമ്മൾ മുടിയാണ് ഓപ്പൺ ആയിട്ട് തന്നെ ഇട്ട്. പിന്നെ ഒരു നല്ല ഭംഗിയുള്ളൊരു ലോങ് ചെയിൻ പോലത്തെ ഒരു നല്ല രസമുള്ളൊരു മാല അതൊക്കെ ഇട്ട് വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ചേച്ചി അങ്ങനെ മേക്കപ്പ് അധികം ചെയ്യണം, അങ്ങനെ ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും അധികം യൂസ് ചെയ്യില്ല. പക്ഷെ ഞാനും ഭയങ്കരമായിട്ട് ഇങ്ങനെ ലിപ്സ്റ്റിക്കിന് എന്താ പറയുക, ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ട് പറ്റില്ല എന്ന് പറയില്ല, അതേപോലെ. അപ്പം ഞങ്ങൾ കുറച്ചങ്ങനെ ചേച്ചിക്ക് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് സുന്ദരിയാക്കി. റിയാക്ഷൻ പറ. ചുണ്ടത്ത് ലിപ്സ്റ്റിക്ക് കുറച്ച് തിരിഞ്ഞ് ഇങ്ങനെയല്ല അങ്ങോട്ട് തിരിഞ്ഞേക്കാം. മുടി നോക്കട്ടെ, മുടി വെട്ടാൻ പാടില്ല. ചേച്ചിയുടെ കഴിഞ്ഞിട്ട് ഇനി അമ്മു സ്ട്രെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വളക്കാപ്പിനുള്ള എല്ലാ സംഭവങ്ങളും അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ കുപ്പിവള, അതാണല്ലോ മെയിനായിട്ട് വളക്കാപ്പിൽ വേണ്ടത്. അപ്പോൾ കുപ്പിവള, പിന്നെ കളഭം ചാർത്താനായിട്ടുള്ളത്, സ്വീറ്റ്സ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചേച്ചീനെ കൊണ്ടുവന്നിരുത്തി. ഇനി ഓരോരുത്തരായിട്ട് പോയിട്ട് വളയിട്ട് കൊടുക്കും ചേച്ചിക്ക്. അതുപോലെ മധുരം കാര്യങ്ങളൊക്കെ കൊടുക്കും, കളഭമൊക്കെ ചാർത്തി കൊടുക്കും. ഫോട്ടോഷൂട്ടിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ
അപ്പൂനെ നോക്കിയിരിക്കുക ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൂൻ്റെ ഫാൻസ് എവിടെയായിരുന്നു? പള്ളിയിൽ പോയിട്ട് പള്ളി കഴിഞ്ഞിട്ട് ഇപ്പോൾ നിനക്ക് ഫാൻസ് കൂടട്ടോ. ഇന്നലത്തെ വീഡിയോ ഇപ്പിടും, അതിൽ കൂടും നിനക്ക്. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് ഗോകുൽ ചേട്ടൻ. അപ്പോൾ ചേട്ടൻ ഇതേപോലെ വളമൊക്കെ ഇട്ട് കൊടുത്ത് മധുരമൊക്കെ കൊടുക്കണം. പിന്നെ ഇത് ചേട്ടൻ്റെ അനിയത്തിയാണ് ഗോപിക, ഇത് ചേച്ചിയുടെ അച്ഛനും അമ്മയും. അങ്ങനെ ഇതേപോലെ ഓരോരുത്തരും വന്നിട്ട് ചേച്ചിക്ക് മധുരമൊക്കെ കൊടുത്ത് കളവൊക്കെ ചാർത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പവും അമ്മവും കൂടിയിട്ട് ചേച്ചിക്ക് വളയൊക്കെ ഇട്ട് കൊടുത്തു. കുപ്പി വളയാണ് കേട്ടാടാ, പച്ചയും മഞ്ഞയും ചുവപ്പും. അങ്ങനെ ഇന്ന കളർന്നൊന്നുമില്ല, പക്ഷെ പച്ചയും മഞ്ഞയും ചുവപ്പ് വരുന്ന അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ കളമ്പും ചാർത്തി കൊടുക്കും, മധുരം കൊടുക്കും. അപ്പവും അമ്മയാണ് ചേച്ചിയുടെ സ്വന്തം അനിയനും അനിയത്തി. എല്ലാ വീട്ടിലും ഉണ്ടാവില്ല ഒരു അപ്പു അമ്മു. ഞങ്ങളുടെ വീട്ടിലത്തെ അപ്പു അമ്മയാണ് ഇതിരിക്കണം, അപ്പു അമ്മു. അങ്ങനെ മധുരമൊക്കെ കൊടുത്തു ചേച്ചിക്ക്. എല്ലാവരും ഫോട്ടോ എടുക്കണ തിരക്കില്ല. ഞങ്ങളിങ്ങനെ പുറത്ത് നോക്കി അതോടെയായിരുന്നു നന്ദു ചേട്ടൻ, നന്ദുവിൻ്റെ ചേട്ടൻ. അവനും പോയി. നന്ദു ഇത് വന്നേ, ഇത് നന്ദു, നന്ദുവിൻ്റെ ബർത്ത്ഡേ എന്ന് അല്ലേ നന്ദു? ആണോ ബർത്ത്ഡേ? ബർത്ത്ഡേ എവിടെ? ഹാപ്പി ബർത്ത്ഡേ ടു യു. കാണിച്ചു കൊടുക്കുക ആൾക്കാർക്ക്. ഹായ് പറഞ്ഞേ, ഹായ് പറയൂ പ്ലീസ് പ്ലീസ്. നോക്കട നോക്കടോ. ഇവിടെ പറഞ്ഞ അപ്പോൾ നമ്മള് ചേച്ചിക്ക് വളയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ എന്നിട്ട് മറ്റേ കളമ്പം ചാർത്തി കൊടുത്തു, മധുരം കൊടുത്തു. ഇപ്പോൾ എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. ഫുഡ് കഴിച്ചു വീട്ടിൽ പോകും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഫോൺ തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ചേട്ടൻ്റെ. അപ്പോൾ ഞങ്ങൾ ചേട്ടൻ്റെ ഫോണിൽ ഞങ്ങളെ തന്നെ ഇങ്ങനെ ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങളുടെ എടുത്തു. പിന്നെ ഫുഡ് കഴിക്കുന്ന ടൈമായി. ഇപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ചിക്കൻ ബിരിയാണി ഇരുന്നു ഗൈസ്. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം ഗൈസ്. പോവാം പോട്ടെ പോട്ടെ. ഇവനെ ഇത് വീഡിയോ അയ്യോ ഞാൻ കേട്ടില്ല. നടക്ക് 3 പേര് കയറൂ. ഗൈസ് ഇത് എലൈറ്റിന്റെ പ്ലം കേക്ക് അല്ല ഗൈസ്, അതിൻ്റെ ഉള്ളിൽ ലിപ്സ്റ്റിക്ക്, കോമ്പാക്റ്റ് തുറ. പിന്നെ നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി. കാരണം അപ്പൂന് എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര ബിസി ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അവൻ. അപ്പോൾ നമ്മൾ വീടെത്തിയപ്പോൾ ആൻറ്റിയുടെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ആൻറ്റിയുടെ വീടെത്തിയപ്പോൾ എൻ്റെ ഒരു കണ്ണ് ബൾബ് പോലെ ഇരിക്കണം. അത് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ക്രിസ്മസും കഴിഞ്ഞ് ക്രിസ്മസിന് ഡ്രസ്സ് ഇട്ടിട്ട് ഇവിടെ എന്തോ പള്ളിയിൽ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ആൻറ്റിയുടെ അടുത്ത് സംസാരിച്ചിരുന്നിട്ട് പിന്നെ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി വീടെത്തി. ഞാൻ എൻ്റെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എൻ്റെ ഈ കണ്ണ് വീഴ്ത്തി. അപ്പം നമ്മൾ ആൻറ്റിയുടെ വീട്ടിലായിരുന്നു. വന്നിട്ട് ഒരു വെയിലൊക്കെ ഒന്ന് മാറിയപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ നല്ല സെറ്റായിട്ട് കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടമാകുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.